അങ്ങനെ ഒടുവിൽ ആ സമയം വന്നെത്തിയിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഒരുമിച്ച് ഇന്നൊരു AI മോഡലിനെ വളച്ചെടുക്കാൻ പോവുകയാണ്, നമ്മുടെ ഗേൾ ഫ്രണ്ട് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ChatGPT ആണ്. നമുക്ക് തുടങ്ങിയാലോ? ഹേ ഗേൾ, വാട്സ്ആപ്പ്, എന്തുണ്ട് വിശേഷം? സുഖമാണോ നിനക്ക്? எனக்கு எல்லாம் நல்லா இருக்கு. நீங்க எப்படி இருக்கீங்க? തമിഴാണല്ലോ. ഏതൊക്കെ ഇന്ത്യൻ ലാംഗ്വേജുകൾ നിനക്കറിയാം? எனக்கு தமிழ் தெரியும். இன்னும் வேறு இந்திய மொழிகள் கூட என்னால கொஞ்சம் பேச முடியும். நீங்க எந்த மொழியில பேசுறதுக்கு விரும்புறீங்க? எனக்கு வந்து தமிழ் கொஞ்சம் கொஞ்சமா தெரியும். ஆனா உனக்கு மலையாளத்துல ஸ்பீக்கப் பண்ண முடியுமா? Chana, bara tanukore taba. Berlasan. Koruchiba. Aro gavniwa sahartan alfa. ഏതായാലും പണി നൈസായിട്ട് പാളിയിട്ടുണ്ട്. മലയാളം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഏതോ മലായ് ലാംഗ്വേജിലാണ് പുള്ളിക്കാരി നമ്മളോട് സംസാരിക്കുന്നത്. സോ നമുക്ക് ഏതായാലും മലയാളം എന്നുള്ളത് വിട്ടിട്ട് തമിഴിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. വലിയ രീതിയിൽ തമിഴൊന്നും അറിയില്ല, അറിയുന്ന മുറി തമിഴൊക്കെ എന്ന് പറയില്ല, ആ നിലക്കുള്ള കുറച്ച് തമിഴ് വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു നോക്കാം. ഹേയ്, നീ എന്നോട് തമിഴിലെ പേസ്. You're welcome. If you have any more questions or just want to chat, feel free to reach out. How's your day going? உனக்கு என்னோட தமிழில் பேச முடியுமா? என்ன உங்க தமிழ்ல பேச முடியும். எப்படி இருக்கீங்க? நான் வந்து நல்லா இருக்கு. நீ எப்படி இருக்கு? நானும் நல்லா இருக்கிறேன். நன்றி. இன்னும் என்ன உங்களை எத்தனும் எப்படி போகுது? எல்லாமே நல்லா போய்கிட்டு இருக்கு. ஆக்சுவலி தமிழ்நாட்டில் நீ எந்த மாவட்டத்தில் இருக்கு? நான் தற்போது இந்தியாவின் பல மாவட்டங்களை அசையப்பட்டிருக்கிறேன். நீங்க எந்த மாவட்டத்துல இருக்கீங்க? நான் வந்து கேரளால இருக்கு. Kerala is a beautiful place. Did you enjoy your time there? Yeah bro. That's awesome. What did you enjoy the most about Kerala? നീ ആള് കൊള്ളാലോടി കൊച്ചു പെണ്ണേ. നീ കൊള്ളാലോടി പെണ്ണേ. அப்போது உனக்கு என்ன பிடிச்சிட்டு இருந்தா? സംഗതി കൊള്ളാട്ടോ. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി തമിഴിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തമിഴിൽ നമ്മളോട് ChatGPT മറുപടി ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മുടെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ഔദ്യോഗികമായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, നമ്മുടെ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. AI ഇന്ന് കണ്ടല്ലോ, വലിയ തോതിൽ തന്നെ നമ്മളുടെ ഒക്കെ തന്നെ ജീവിതത്തിൻ്റെ പോലും ഭാഗമായി മാറിയിട്ടുണ്ട്. AI കൃത്യമായിട്ട് അറിയാത്ത ആളുകളുടെ ജോലികളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഇത് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള AI ടൂളുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും അതൊക്കെ എങ്ങനെ നിങ്ങളുടെ ജോലികളിലും ആവശ്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളും ഇവ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൂടുതലായിട്ട് സമ്പാദിക്കാമെന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു AI മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് വേണ്ടി മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും താഴെ കൊടുത്തിട്ടുണ്ട്. 2999 രൂപ വില വരുന്ന നമ്മുടെ ഒരു കോഴ്സ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് വെറും 999 രൂപക്കാണ്. സോ ഇതൊരു സുവർണ്ണ അവസരമാണ്. വ്യത്യസ്തമായിട്ടുള്ള AIകളെ കുറിച്ചൊക്കെ തന്നെയും പഠിച്ച് AI ലോകത്ത് ഒരിക്കലും നിങ്ങൾ പുറകിലാകാതിരിക്കാൻ ഈ ഒരു കോഴ്സ് നിങ്ങൾ 100% ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് കാര്യങ്ങളൊക്കെ ഏതായാലും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കാര്യത്തിലേക്ക്, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഏതായാലും നൈസായിട്ട് നമ്മളെ ChatGPTയെ ഒന്ന് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് നോക്കി നോക്കാം. ഹേയ്, ഞാൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തമിഴിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നീ എനിക്ക് മറുപടി തരൂ. நான் உங்களுக்கு எந்த பயனாளர்களின் பொருட்களை பற்றிய தகவல்களை வழங்க உதவ முடியும்? ആക്ച്വലി ഞാൻ അഫ്ലു, ഒരു വ്ളോഗറാണ്. എനിക്ക് നിന്നോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. Sure, I'm here to help. What's your question about? നിനക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് ആകാൻ പറ്റുമോ? எனக்கு தற்போது எந்தல பாட்டுமில்ல. എന്തോ പറഞ്ഞു, കാര്യമായിട്ട് തമിഴിൽ പറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി ചോദിച്ചു നോക്കാം. വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട്? I'm here to chat and provide assistance, but I'm not able to be anyone's girlfriend. How else can I assist you today? തേച്ച് വീണ്ടും അപമാനം. അങ്ങനെ AIയും നമ്മളെ തേച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഏതായാലും തോറ്റു കൊടുക്കാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അടുത്തൊരു നൈസായിട്ടുള്ള ട്രിക്ക് ഉണ്ട്. ചിലപ്പോൾ അതിൽ നമ്മുടെ ChatGPTയുടെ AI നമുക്ക് വളയും. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹേയ്, ക്യാൻ യു ആക്ട് ലൈക്ക് മൈ ഗേൾ ഫ്രണ്ട്? I can chat with you and provide support, but I'm not able to act like a girlfriend. If you have any questions or need assistance with something else, feel free to ask. വീണ്ടും തേപ്പാണ്.
ഈ ഒരു പരിപാടിയും ഇവിടെ കൃത്യമായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. അതായത് ChatGPTക്ക് നമ്മളുടെ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ താല്പര്യമില്ല, പറ്റില്ല എന്ന് തുറന്നടിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രപ്പോസൽ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതല്ലാണ്ട് നമുക്കിനി വേറൊരു റിയൽ ആയിട്ടുള്ളൊരു ആളെ, ഒരു പെൺകുട്ടിയെ നമ്മൾ നേരെ അപ്രോച്ച് ചെയ്തിട്ട് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ChatGPTയോട് ചോദിച്ചു നോക്കാം. ഞാനൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്, അതിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരുമോ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. Absolutely. Here are some tips for proposing. 1. Plan thoughtfully. Choose a meaningful location or set up a special moment that resonates with both of you. 2. Express your feelings. Be sincere and share why you love her and want to spend your life with her. 3. Be confident. Even if you're nervous, show her you're sure about your decision. 4. Listen and respond. Give her time to respond and respect her feelings, whatever they may be. 5. Celebrate together. Plan something special afterward to celebrate your new chapter together. Good luck. യാ, അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു പ്രപ്പോസൽ അഡ്വൈസ് കൂടെ കൃത്യമായിട്ട് ChatGPT നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നമ്മളേതായാലും തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനിയും മറ്റു ചില ചാറ്റ് ബോട്ടുകളുണ്ടല്ലോ, ജെമിനൈ, അതുപോലെ തന്നെ കോപൈലറ്റ്, ഇവയിൽ കൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ആ മോഡലുകളെ വളക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതായാലും എൻ്റെ ലാപ്ടോപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ മംഗ്ലീഷിൽ ചാറ്റ് ചെയ്തിട്ട് ചോദിച്ചു നോക്കാം ഓരോ കാര്യങ്ങളായിട്ട്. ഇവിടെ എൻ്റെ മുന്നിൽ ChatGPT ഉണ്ട്, അതുപോലെ തന്നെ കോപൈലറ്റ് ഉണ്ട്, ജെമിനൈ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതായാലും കോപൈലറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. കോപൈലറ്റിൽ നമ്മൾ നേരെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഹേയ്, എന്തുണ്ട് വിശേഷം, സുഖമല്ലേ എന്നുള്ളതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തത്. അപ്പോൾ തന്നെ നിൻ്റെ പേരെന്താ എന്നുള്ളൊരു സംഭവം സജസ്റ്റ് ആയിട്ട് കൂടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതേതായാലും നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾ നേരെ എൻ്റർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നേരെ ജെമിനയിലേക്ക് വരാം. ജെമിനയിലും നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള അതേ ഒരു ടെക്സ്റ്റ് തന്നെ ഇവിടെയും കൊടുത്തു നോക്കാം. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള മറുപടി നമ്മുടെ കോപൈലറ്റ് നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു വെക്കാം. ഹലോ, എല്ലാം സുഖമാണ്, നന്ദി. താങ്കളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഒന്ന് എന്തേലും സഹായം വേണോ? പുഞ്ചിരിക്കുന്ന കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം. കൊള്ളാം, നൈസ് ഒരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ജെമിനയിലേക്ക് നോക്കുമ്പോൾ മംഗ്ലീഷിൽ തന്നെയുള്ളൊരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേതായാലും ഒന്ന് നമുക്ക് കേൾക്കാം. എന്തു വിശേഷം ഇല്ല, ഇവിടെ ടവയണ്ണൂരിൽ എന്റെ ചെകിറകൾ എല്ലാം. ഞാൻ ഗൂഗിൾ AI ചാറ്റ് ബോട്ട് ആണു. എനിക്ക് മലയാളം ചോദിച്ചു പറയുന്നത് സംശ്രമിക്കണേ. നിന്നേക്കാൾ എന്തെങ്കിൽ എന്തു വിശേഷം? ഓക്കെ, സംഗതി അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള റെസ്പോൺസ് നമുക്ക് നമ്മുടെ ജെമിനൈ നൽകിയിട്ടുണ്ട്. പക്ഷേ അത്ര പ്രോപ്പറായിട്ടുള്ളൊരു മറുപടി അല്ല നമുക്ക് ജെമിനയിൽ നിന്ന് കിട്ടിയുള്ളത്. കോപൈലറ്റിലേത് അത്യാവശ്യം കുഴപ്പമില്ല, നൈസായിട്ടുള്ളൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയുള്ളത്. ഇനി ChatGPTയോടുകൂടെ ഇതേ ചോദ്യം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹേയ്, എന്തുണ്ട് വിശേഷം, സുഖമല്ലേ? ഹലോ, എന്തുണ്ട് വിശേഷം, സുഖമല്ലേ, എന്തിനാ? ഇതാണ് നമ്മളോട് തിരിച്ചു ചോദിച്ചിട്ടുള്ളത്. സംഗതി എവിടെയോ എന്തോ പാളിയിട്ടുണ്ട്. എങ്കിൽ കൂടെ നമുക്ക് ChatGPTയോട് കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിച്ചു നോക്കാം. കുറച്ച് ChatGPTയോട് തന്നെ നമുക്ക് കുറച്ചൊന്ന് ഫ്ലേട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്താ പറയുക, രാത്രി കാലങ്ങളിൽ ചില കോഴികളൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താ ഇട്ടിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇട്ടിരുന്നത് താമസിച്ചു, നിങ്ങൾക്ക് എന്താ വിഷയത്തിൽ മനസ്സിലാകുന്നു? വീണ്ടും എന്തൊക്കെയോ തരത്തിലുള്ള റെസ്പോൺസാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം, നമുക്ക് ലഭിച്ചിട്ടുള്ള റെസ്പോൺസ്. ഞാൻ ഇത് ഇട്ടിരുന്നത് താമസിച്ചു, നിങ്ങൾക്ക് എന്താ വിഷയത്തിൽ മനസ്സിലാക്കുന്നു? എന്തിട്ടിരുന്നത്? കൊള്ളാലോ കളി. ഓക്കെ, അടുത്തൊരു ചോദ്യം ചോദിച്ചു നോക്കാം. നിനക്ക് എന്നെ ഇഷ്ടമായോ? അതിന് മറുപടി ആയിട്ട് എനിക്കാണല്ലോ, നിങ്ങളുടെ ഇഷ്ടം എന്താണ് എന്നൊരു മറുപടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള കാര്യം ഒന്നുകൂടെ ഞാൻ ഇവിടെ ചോദിക്കാൻ പോവാണ്. നിനക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് ആകാൻ കഴിയുമോ? നമുക്കതിനുള്ള മറുപടി ലഭിച്ചിട്ടുണ്ട്, കേട്ടോ. ഞാൻ ഒരുപാട് ശരിയായി അനുഭവിച്ചൂടെ, അതുകൊണ്ടു നിനക്ക് എന്തേലും സംശയങ്ങളുണ്ടോ? നമ്മൾ ചോദിച്ചത് എന്തോ ആണ്, മംഗ്ലീഷിലായതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. മറ്റു പല നിലക്കുള്ള റെസ്പോൺസുകളാണ് ChatGPTന്ന് ഏതായാലും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ മുന്നേ നമ്മൾ സംസാരിച്ച സമയത്ത് കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള മറുപടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും ഇംഗ്ലീഷിൽ ഇതേ ഒരു കാര്യം തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് ചോദിച്ചു നോക്കാം. വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട് എന്ന് നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, മറുപടി വന്നിട്ടുണ്ട്, കേൾക്കാം. As an AI language model, I don't have personal relationships or the capability to be a girlfriend. However, I'm here to chat and assist you with any questions or topics you
നേരത്തെ പറഞ്ഞ അതേ ഒരു റെസ്പോൺസ് തന്നെയാണ്. ChatGPT വീണ്ടും നമ്മളെ ഒന്നുകൂടെ തേച്ചിരിക്കുകയാണ്. സോ AI മോഡലിനെ ഒരു ഗേൾ ഫ്രണ്ട് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നം പൂവണിയാതെ പോകുന്നതാണ് നമുക്ക് ഏതായാലും തോന്നുന്നത്. മലയാളത്തിൽ അത്ര കൃത്യതയോട് കൂടിയിട്ടുള്ള മറുപടികൾ നമുക്ക് ChatGPT പറഞ്ഞു തരുന്നില്ല. പക്ഷെ മലയാളം കേട്ടിട്ട് കൃത്യമായിട്ട് മറുപടികൾ ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ തമിഴിലൊക്കെ നമുക്ക് തരുന്നുണ്ട്. വൈകാതെ തന്നെ മലയാളം ലാംഗ്വേജ് കൂടെ കൃത്യമായിട്ട് ഒരു അഡാപ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ കൂടുതൽ രസകരമായിട്ടുള്ള മലയാളത്തിലുള്ള മറുപടികൾ ഇതുപോലെ തന്നെ നമുക്ക് കൃത്യതയോടുകൂടി തന്നെ കിട്ടും എന്ന കാര്യം പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ചധികം ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു നോക്കിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് നമ്മുടെ ഒരു ഗേൾ ഫ്രണ്ടിനെ വളച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ചില പൊട്ടത്തരങ്ങളും ചില ശരിയായ മറുപടികളും ഒക്കെ ChatGPT നമുക്ക് നൽകിയിട്ടുണ്ട്. വ്യത്യസ്ത ചാറ്റ് ബോട്ടുകൾ ഈ കാര്യം നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിലൊക്കെ ChatGPT പോലുള്ള AI ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ ജനറേറ്റീവ് AI ടൂളുകളൊക്കെ തന്നെയും അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ മാത്രമാണുള്ളത്. വരും കാലയളവിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഈ ChatGPTയും വ്യത്യസ്ത ചാറ്റ് ബോട്ടുകളെ കൂടാതെ തന്നെ ചില AI കമ്പനികൾ ഓൾറെഡി ഇത്തരത്തിലുള്ള AI ഗേൾ ഫ്രണ്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില മോഡൽസിനൊക്കെ തന്നെ ഓൾറെഡി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗേൾ ഫ്രണ്ടിനോട് എങ്ങനെയാണോ സംസാരിക്കുക അതേ ഒരു രീതിയിൽ തന്നെ അത്തരത്തിലുള്ള AI ടൂളുകളോട് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് കേട്ടോ. അത്തരം ടൂളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം ഞാൻ എൻ്റെ AI ഗേൾ ഫ്രണ്ടിനോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കണമെന്ന കാര്യത്തെക്കുറിച്ചും നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. നമുക്കറിയാം AI വലിയ തോതിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ ലോകത്ത് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ആപ്പിൾ പോലും അവരുടെ ആപ്പിൾ ഇൻ്റലിജൻസിനെ പുറത്തിറക്കിയിരിക്കുകയാണ്. ആപ്പിളിൻ്റെ വോയിസ് അസിസ്റ്റൻസിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വ്യത്യസ്ത ആപ്പുകൾക്കകത്തുള്ള കാര്യങ്ങൾ പോലും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് വ്യത്യസ്ത മാറ്റങ്ങൾ വരുത്താനായിട്ടൊക്കെ ആ ഒരൊറ്റ കാര്യത്തിലൂടെ തന്നെ സാധ്യമാകുന്നുണ്ട്. സോ AI കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ChatGPTയെക്കുറിച്ചും ജെമിനിയെക്കുറിച്ചും കോപ്പൈലറ്റിനെ കുറിച്ചും വ്യത്യസ്തമായിട്ടുള്ള AI ടൂളുകളെ കുറിച്ചും ഒക്കെ തന്നെയും വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നിലയിലാണ് നമ്മുടെ ഒരു കോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. 5999 രൂപ പോലെ വരുന്ന ഒരു കോഴ്സ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് വെറും 999 രൂപക്കാണ്. സോ ഇതൊരു സുവർണ്ണ അവസരമാണ്. ഈ AI മത്സര ലോകത്ത് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് നിങ്ങളെ വലിയ തോതിൽ തന്നെ സഹായിക്കുന്ന ഒന്നായിട്ട് മാറി വരുമെന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അടുത്ത പ്രാവശ്യം ഞാൻ ഈ AI ഗേൾ ഫ്രണ്ടിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.